മലപ്പുറം തിരുനാവായിൽ നടക്കുന്ന കേരളത്തിന്റെ കുംഭമേള ഇന്ന് സമാപിക്കുകയാണ്. രാവിലെ അമൃത സ്നാനത്തോടെ ആരംഭിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ അവസാന ദിനം നിള ആരതിയോടെയാണ് സമാപിക്കുക. ഇന്നലെയും കുംഭമേളയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ, അതുപോലെ തന്നെ ശില്പ, ശിവ തുടങ്ങിയവർ നിളയുടെ തീരത്ത് നിന്നും ചേരുന്നുണ്ട്. അരുൺ, ശില്പ, നിങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം 250 വർഷങ്ങൾക്ക് ശേഷം നിളയുടെ തീരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം അതെല്ലാ ദിവസവും അവിടെ എത്താൻ സാധിക്കാത്ത ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തിച്ച റിപ്പോർട്ടർമാർ നിങ്ങളാണ്. ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങൾ അതിനെ തിരസ്കരിച്ച് അതിൻ്റെ അവസാന ദിവസമൊക്കെ നമ്മൾ തുടർച്ചയായി ഇത് കവർ ചെയ്യുന്നത് കൊണ്ട് അവിടെ വന്ന് ചില വീഡിയോസൊക്കെ എടുത്തു പോയതല്ലാതെ ജനം TV ഇതിന് നൽകിയൊരു പ്രാധാന്യം മറ്റാരും നൽകിയിരുന്നില്ല. അതിനാൽ നിങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഇന്നിപ്പോൾ അവസാന ദിവസമായ ഇന്നത്തെ ദിനത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് അവിടെയുള്ളത്, എന്തൊക്കെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കും? ഗൗതം, ഏറ്റവും പുതുതായിട്ട് നൽകാനുള്ള വിവരം എന്നുള്ളത് നാഗസന്യാസിമാർ ഒരുപാട് പേർ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള സ്നാനമാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാഗസന്യാസിമാർ ഋഷികേശിൽ നിന്നും വാരണാസിയിൽ നിന്നും ഒക്കെ ഇവിടെ എത്തി സ്നാനം നടത്തി അവർ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മളൊക്കെ ഒരു മഹാ സന്തോഷത്തിലൊരു ദിവസമാണ്. കാരണം 270 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസ്ഥാനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇത് പലരും ഇതിനെ വിചാരിച്ചു വേണ്ട, ഇതിനെ നടത്താൻ പാടില്ലെന്ന്. പക്ഷെ നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്കൊരു പാഠം നമ്മൾ കാണിക്കാൻ വേറെ ഒന്നുമില്ല. ഇത് മനസ്സിലാക്കിയ നമ്മൾ ഓരോരുത്തരുമാണ് ഇത് ചെയ്തത്. സ്വാമിജിയോ ഞങ്ങളല്ല, നമ്മളെല്ലാവരുടെ ഒറ്റമ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ടിരുന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാവർക്കും ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലാണ് നമ്മുടെ സംസ്കാരമുള്ളത്. ഇന്ന് അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു മഹാവിശേഷമാണ് ഇവിടെ നടന്നത്. അത് തന്നെയാണ്. ഏതായാലും ആ സ്വാമിമാരെല്ലാം, സന്യാസി വര്യന്മാരെല്ലാം സ്നാനം നടത്തി അവരങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഹരഹര മഹാദേവ എന്ന മുഴക്കിക്കൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സ്വാമി അനന്തവനം ഭാരതിയുടെ നേതൃത്വത്തിലുള്ള സാധു സന്യാസിമാരുടെ വലിയ ഒരു സംഘം തന്നെയാണ് ഇപ്പോൾ നിളയിൽ സ്നാനം നടത്തിയതിനു ശേഷം യാഗശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അമൃത സ്നാനത്തിൻ്റെ ദിവസമാണ്. ഇനി തുടർന്ന് യതീപൂജ നടക്കാൻ പോവുകയാണ് യാഗശാലയിൽ. നമുക്കറിയാം, നാഗസന്യാസിമാർക്ക് വേണ്ടിയുള്ള പൂജയാണ് യതീപൂജ എന്ന് പറയുന്നത്. അവരെ പൂജിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമുക്ക് തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്കറിയാം, മകം നക്ഷത്രം ദ്വിതീയ തിഥി എന്നീ അത്യന്തം ശുഭയോഗങ്ങളിലാണ് മഹാമാഘത്തിൻ്റെ സമാപനം കുറിക്കുന്നത്. സമാപന ദിനത്തിലെ പ്രധാന ആചാരമാണ് മഹാമകം അമൃത സ്നാനം എന്നുള്ളതാണ്. ഏതായാലും മഹാമക മഹോത്സവത്തിലെ ഏറ്റവും വിശുദ്ധമായ ആചാരങ്ങളിൽ ഒന്നായ അമൃത സ്നാനത്തിൽ നാഗസന്യാസിമാരുൾപ്പെടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഋഷികേശിൽ നിന്നും വാരണാസിയിൽ നിന്നും പ്രത്യേക ട്രെയിനുകളിലാണ് ഈ നാഗസന്യാസിമാർ ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഏതായാലും നമുക്കിവിടെ കാണാൻ സാധിക്കും, കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട കാഴ്ചകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ അവസാന ദിനമായതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ, കാരണം വൈകുന്നേരം നിള ആരതിക്കാണ് എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ ഇവിടെ ഒഴുകിയെത്താറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അവസാന ദിനമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് യാഗശാലയിൽ സന്യാസിമാർ മഹാമാരുവിൻ്റെ അടുത്തേക്ക് സന്യാസി വര്യന്മാർ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ സന്യാസി വര്യന്മാരുടെ കൂടെ പുണ്യസ്നാനം നടത്തുക എന്നുള്ളത് ഓരോ ഭക്തരുടെയും വലിയ ആഗ്രഹമായിരിക്കും. അതൊക്കെ ഒരുപാട് ഭക്തർക്ക് ഇന്നിപ്പോൾ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. യതീപൂജ അമൃത സ്നാനത്തിന് ശേഷമാണ് യതീപൂജ നടക്കുക. സനാതന ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി സർവ്വതും ഉപേക്ഷിച്ച് ജീവിതം സമർപ്പിച്ച സന്യാസിമാരെയാണ് യതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ധർമ്മത്തെ നയിക്കുന്ന ഇത്തരം യതി ആചാര്യന്മാരെ പൂജിക്കുന്നത് ഭക്തർക്ക് ഗുരുത്വബോധവും ജീവിതത്തിൽ സൽമാർഗഗതിയും ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജ്ഞാനികളായ സന്യാസിമാരുടെ അവർക്കുള്ള ദാനവും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും മഹത്തായ പുണ്യം നൽകുമെന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്ര വിശ്വാസം എന്നുള്ളതാണ്. ഏതായാലും ചുറ്റും അന്തരീക്ഷത്തിലാകെ ഹരഹര മഹാദേവ വിളികൾ മുഴങ്ങുന്ന വളരെ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ എന്നുള്ളത് തന്നെയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നമുക്ക് ഇങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത തരം അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. സന്യാസി വര്യൻ ഈ ഒരു അമൃത സ്നാനം അവസാന ദിനമായ ഇന്ന് അത്യന്തം ഭക്തിസാന്ദ്രമാണ് നിലാതീരം. 271 വർഷങ്ങൾ
സന്യാസി വര്യന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഋഷികേശിൽ നിന്നും അതുപോലെ തന്നെ വാരണാസിയിൽ നിന്നുമൊക്കെയുള്ള സന്യാസി വര്യന്മാർ പ്രത്യേക ട്രെയിൻ മാർഗമാണ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ പ്രത്യേക ട്രെയിൻ മാർഗം എത്തിയ നാഗസന്യാസി നേതൃത്വത്തിലുള്ള അമൃത സ്നാനമാണ് ഇന്നിപ്പോൾ ഈ കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിൻ്റെ അവസാന ദിനം ഈ പുണ്യഭൂമിയിൽ നടക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തൊഴുകൈയായി നിൽക്കുന്നു. ഒരുപാട് അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും ഈ ഒരു നിമിഷത്തിൽ ഹരഹര മഹാദേവ വിളികൾ മുഴക്കി വലിയ ഭക്തിപൂർവ്വം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നിള മണൽ തീരം മുഴുവൻ സന്യാസി വര്യന്മാരെ കണ്ട് തൊഴുത് വണങ്ങുന്നതിന് വേണ്ടി പല നാടുകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്നാനം ശില്പ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതായത് സ്നാനം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ മഹാമണ്ഡലേശ്വര സ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. അന്ന് സന്യാസി വര്യന്മാരെ കുറച്ച് സന്യാസി വര്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ ആ മഹാ കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ കണ്ട അതേ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കുന്നത് അല്ലേ? ഒപ്പം തന്നെ നമുക്കറിയാം ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വറാണ് സ്വാമി ആനന്ദവനം ഭാരതി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംഘം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജൂനാഘാടയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് സാധു സന്യാസിമാരാണ് ഇന്ന് നിലയുടെ തീരത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. എങ്ങും നാമജപങ്ങളാണ് എന്നുള്ളതാണ്. ഇതുകൊണ്ട് നിലയുടെ അന്തരീക്ഷത്തെ കൂടുതൽ ഭക്തിപരമാക്കുകയാണ് സന്യാസിമാരുടെ. ഈ ജൂനാഘാടയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു നിയോഗമാണല്ലേ ഇത്? കാരണം ഏറ്റവും പഴക്കമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അഖാഡയാണ് ജൂനാഘാട എന്ന് പറയുമ്പോൾ. മഹാകുംഭമേളയിൽ ആദ്യം സ്നാനമെടുക്കുന്ന അഖാഡയാണ്. മലയാളികളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിന് മഹാമണ്ഡലേശ്വരായ സ്വാമി ആനന്ദവനം ഭാരതി എത്തി എന്നുള്ളത്. ഇന്ന് അദ്ദേഹം ഒരു നിയോഗം പോലെ ഇവിടെ മഹാമാഘമേളയുടെ എന്താ പറയുക നേതൃത്വത്തിൽ വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ കുംഭമേളയുടെ ഭാഗമായി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് അത് അമൃത സ്നാനം തന്നെയാണ്. അമൃത സ്നാനം ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിലാണ് അമൃത സ്നാനത്തിന് തുടക്കമായിരിക്കുന്നത്. ഇനിയിപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസികൾ ഒന്നടങ്കം ഇവിടേക്ക് എത്തി അവർ സ്നാനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. കുംഭമേള ഏതായാലും ഇന്നിപ്പോൾ അവസാന ദിനത്തിൽ വൈകിട്ട് 6 മണിക്കാണ് ആ നിള ആരതി ചടങ്ങ് നടക്കാൻ പോകുന്നത്. ആ നിള ആരതിയോടുകൂടെയാണ് കുംഭമേളയ്ക്ക് സമാപനമാവാൻ പോകുന്നത്. ഏതായാലും ഇത്രയും ദിവസം നമ്മുടെ പ്രേക്ഷകർ ജനം TV സ്ക്രീനിലൂടെ കണ്ട ആ നിള ആരതി വലിയ ഭക്തിയോടുകൂടി നമ്മൾ കണ്ട ആ ആരതി ചടങ്ങുകൾ ഇനി അവര് ഇനി അവിടെ ചടങ്ങാണ്. ഈ താൽക്കാലിക പാലത്തിലൂടെ കടന്ന് നേരത്തെ ശില്പ സൂചിപ്പിച്ചതുപോലെ തന്നെ താൽക്കാലിക പാലത്തിലൂടെ കടന്നവർ യതിപൂജ ചടങ്ങുകളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യതിപൂജയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അമൃത സ്നാനത്തിന് ശേഷമാണ് യതിപൂജയ്ക്ക് തുടക്കമാവാൻ പോകുന്നത്. സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി സർവ്വതും ഉപേക്ഷിച്ച് ജീവിതം സമർപ്പിച്ച സന്യാസിമാരെയാണ് യതി എന്ന് വിളിക്കുന്നത്. ധർമ്മത്തെ നയിക്കുന്ന ഇത്തരം യതി ആചാര്യന്മാരെ പൂജിക്കുന്നത് ഭക്തർക്ക്
ഗുരുത്വബോധവും ജീവിതത്തിൽ സൽമാർഗഗതിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജ്ഞാനികളായ സന്യാസിമാരുടെ പാദപൂജയും അവർക്കുള്ള അന്നദാനവും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും മഹത്തായ പുണ്യം നൽകുമെന്നാണ് ശാസ്ത്ര വിശ്വാസം എന്നുള്ളതാണ്. ശില്പ, ഈ യതിപൂജയ്ക്ക് ശേഷം ഭണ്ഡാര എന്നൊരു ചടങ്ങ് കൂടെ ഇല്ലേ? തീർച്ചയായിട്ടും ഭണ്ഡാര എന്ന് പറയുന്ന ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഭണ്ഡാര എന്ന് പറയുമ്പോൾ ഈ സാധു സന്യാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. സമൃദ്ധമായ അന്നദാനമാണ് ഈ ചടങ്ങിൽ സന്യാസി വര്യന്മാർക്ക്. ഈ ചടങ്ങിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സനാതന ധർമ്മത്തിൽ ഒരു സന്യാസിയെ നമുക്കറിയാം ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ദൈവത്തിന് നേരിട്ട് സമർപ്പിക്കുന്ന സേവനമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. അരുൺ, അതുതന്നെയാണ് ആ ഭണ്ഡാര ചടങ്ങ് ഉൾപ്പെടെ കാണുന്നതിന്, എല്ലാ ചടങ്ങുകളിലും ഭാഗവാക്കാവുന്നതിന് വലിയ രീതിയിൽ വിശ്വാസികൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്വാമിമാരുടെയൊക്കെ നേതൃത്വത്തിൽ, സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ ഹരഹര മഹാദേവ വിളികൾ അന്തരീക്ഷത്തിൽ അങ്ങനെ അലയടിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി എല്ലാവരും കാത്തിരുന്നത് ഈ നാഗസന്യാസിമാരൊക്കെ, ഇത്രയും നാഗസന്യാസിമാരൊക്കെ ഇവിടേക്ക് എത്തുന്നതിന് ഈ നിമിഷങ്ങൾക്കായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ഏതായാലും ആ അവസാനത്തോടടുക്കുമ്പോൾ വലിയ ആവേശപൂർണ്ണമാണ്, ഭക്തി സ്വാതന്ത്ര്യമാണ് നിമിഷങ്ങൾ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ഇപ്പോഴേതായാലും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സ്വാമി ആനന്ദവനത്തിൻ്റെ നേതൃത്വത്തിലാണ് നാഗ സന്യാസിമാർ ഈ ഒരു ഹരഹര മഹാദേവ എന്ന വിളികളുമായി നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് സന്യാസിമാർ കടന്നു വരുന്നത്. നടത്തി അമൃത സ്നാനത്തിന് ശേഷമാണ് ഇപ്പോൾ സന്യാസി വര്യന്മാർ നവാമുകുന്ദ ക്ഷേത്ര ഭാഗത്തേക്ക് കടന്നു വരുന്നത്. സന്യാസി വര്യന്മാർ കടന്നു വരുന്ന വഴിത്താരകളുടെ ഇരുവശവും തൊഴുകൈയുമായി ഭക്തിസാന്ദ്രമായി വിശ്വാസികൾ ഇങ്ങനെ നിൽക്കുകയാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതേ കാഴ്ചകൾ മുൻപൊരിക്കലും കേരളത്തിൽ കണ്ടിട്ടില്ല. കേരളം മുൻപൊരിക്കലും സാക്ഷ്യം വഹിക്കാത്ത കാഴ്ചകൾ. ഏതായാലും ഈ കാഴ്ചകൾ അത് 271 വർഷം മുൻപ് നമ്മുടെ ഇതേ മണൽത്തരികളിൽ നടന്നിരുന്നുവെങ്കിൽ, അത് പിന്നീട് ഇല്ലാതായെങ്കിൽ, ഇപ്പോൾ അത് അതിൻ്റെ അതേ പ്രൗഢിയിലും അതേ പെരുമയിലും ഇവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹരഹര മഹാദേവ വിളികളുമായി കുംഭമേളയുടെ അവസാന ദിനം വലിയ ആവേശത്തോടെയാണ് ഈ ചടങ്ങ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ നാഗസന്യാസിമാരുമായി നേതൃത്വം നവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്തുള്ള പ്രത്യേക വേദിയുണ്ട്. എല്ലാ ദിവസവും സാംസ്കാരിക കലാപരിപാടികൾ നടക്കാറുള്ള, ദിവസവും വിവിധ സത്സംഗങ്ങൾ നടക്കാറുള്ള, കലാപരിപാടികൾ നടക്കാറുള്ള ആ പ്രത്യേക വേദിയിലേക്കാണ് ഇപ്പോൾ സന്യാസി വര്യന്മാരും മറ്റുമായി അവർ എത്തുന്നത്. അതിൻ്റെ വളരെ മനോഹരമായ ഒരു കാഴ്ച എന്ന് ആലോചിച്ച് നോക്കും. മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഹരഹർ മഹാദേവ് വിളിച്ചുകൊണ്ട് നിരവധി സന്യാസിമാർ, ഈ സാധു സന്യാസിമാർ വരുന്നത്, അത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഊർജ്ജം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു ശില്പ, അതായത് കേരളം മുൻപ് ഒന്നും കണ്ടിട്ടില്ലാത്ത കാഴ്ച. 271 വർഷം മുൻപ് ഇല്ലാതാക്കപ്പെട്ട അതേ കാഴ്ചകൾ അതിപ്പോൾ അതിൻ്റെ പൂർവാധികം ശക്തിയോടെ, പൂർവാധികം ഭംഗിയായി ഇപ്പോൾ ഇവിടേക്ക് സന്യാസി വര്യന്മാർ എത്തുന്നു ഹരഹര മഹാദേവ വിളികളുമായി എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രത്യേകം ക്രമീകരിച്ച സാധനങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ അഖാഡകളിൽ പെടുന്ന സമ്പ്രദായങ്ങളിൽ പെടുന്ന സാധു സന്യാസിമാരാണ് ഇവിടെ ഒന്നിച്ച്
ജീവിച്ചിരിക്കുന്നില്ല. അഘോര സാധനയുള്ളവരുണ്ട്, വൈഷ്ണവ സാധനയുള്ളവരുണ്ട്, അങ്ങനെ നിരവധി സാധനയുള്ള സന്യാസിമാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവരുടെ എല്ലാവരുടെയും ഒരു ആത്മീയ വലയത്തിൽ നിളയുടെ തീരം മനോഹരമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജീവിതം തന്നെ എല്ലാം ഉപേക്ഷിച്ച് ഭഗവത് സാധനയുമായി അവർ ഭൗതികമായ എല്ലാ ജീവിതവും വെടിഞ്ഞു ആത്മീയമായ ഒരു തലത്തേക്ക് തങ്ങളുടെ ജീവിതം എത്തിച്ചവരാണ്. അല്ലെങ്കിൽ നാടിന് വേണ്ടി ഒരു ആത്മീയ മാറ്റങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുന്നവരാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ അവർ കാഴ്ച സന്യാസി വൈദ്യന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവർ നവാമുകുന്ദൻ്റെ തിരുനടയിലെത്തി ഭഗവാനെ വണങ്ങിയതിന് ശേഷം അവർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഊർജ്ജത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊന്നും എത്രത്തോളം ഓടിയെത്താൻ പോലും ശ്രമിക്കാൻ പറ്റാത്ത അത്രയും വേഗത്തിലാണ് അവർ സഞ്ചരിച്ചു. അതായത് ശില്പം നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് പറയാം, ഈ നിളയിൽ സ്നാനം നടത്തി നിളയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആയിട്ടുണ്ടാവില്ല ഇവിടേക്ക്. 1.5 കിലോമീറ്റർ ദൂരം ഏതാനും മിനിറ്റുകൾക്കകമാണ് അവരെത്തിയത്. നമ്മൾ പുറകെ ഓടുകയായിരുന്നു, നമ്മളെത്തിയില്ല. തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ കുംഭമേളയിലൊക്കെ കാണാറുണ്ട് സന്യാസിമാരെയും അല്ലെങ്കിൽ അവര് ഓടുന്നത് നടക്കുന്നതുമല്ല. ഇത് നമ്മൾ നേരിട്ട് ഇവിടെ കേരളത്തിൽ കാണുകയാണ്. അത് തീർത്തും വലിയൊരു ഭാഗ്യമായി തന്നെ നേരിട്ട് കാണാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും അവരുടെ ആ ഊർജ്ജവും അവരുടെ ആ ഒരു പ്രഭാവലയം അല്ലെങ്കിൽ ഓറ എന്നൊക്കെ നമുക്ക് പറയാം, അത് ഓരോരുത്തരുടെ മുഖത്തും കാണുന്ന ചൈതന്യം, അവരെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഭക്തിയോട് കൂടി ഈ സന്യാസി വര്യന്മാരെ നോക്കി നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആത്മീയ അനുഭവം അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാ ഭക്തരിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ്. ഏതായാലും ഈ ഇപ്പോൾ സന്യാസി വര്യന്മാരൊക്കെ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു ശില്പ അടുത്തത് ഭണ്ഡാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും എന്താണ് അടുത്ത ചടങ്ങ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സന്യാസി വര്യന്മാരെല്ലാം ഇപ്പോൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇപ്പോൾ ആ സന്യാസി വര്യന്മാര് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിന്റെ പ്രധാന കവാട ഭാഗത്തേക്കാണ്. തീർച്ചയായിട്ടും അമൃതസ്നാനം അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള ഒരു 12 കൂടിയിട്ടാണ് അടുത്ത പൂജയ്ക്കുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ നാഗസന്യാസിമാരെല്ലാം ഇനി ഇവിടെ തന്നെ ഉള്ളതാണ്. നിളാരതിക്ക് ശേഷമായിരിക്കും എല്ലാവരും മടങ്ങുക. നമുക്ക് സ്വാമി ആനന്ദവനം ഭാരതിയെ കാണാൻ സാധിക്കും. അതെ, തിരക്കിലാണ് അദ്ദേഹം, പ്രതികരിക്കുമോ എന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനും കൂടെ ശ്രമിക്കാവുന്നതാണ്. കാരണം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു എല്ലാ ചടങ്ങുകളുടെയും സമാപനമാണ്. സമാപന